വലിയ നോമ്പിലെ ആദ്യ ശനിയാഴ്ച നാം ഓർക്കുന്ന രണ്ട് പ്രധാന പിതാക്കന്മാരാണ് വിശുദ്ധ അപ്രേമും മാർ തെവോദോറോസും. പരിശുദ്ധനായ അപ്രേം ഒരു ശമ്മാശനായി ജീവിച്ച് സന്യാസ ജീവിതത്തിൻ്റെ വളരെ ഉത്കൃഷ്ടമായ മാതൃക നമുക്ക് കാണിച്ചു തന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സംഗീത കൃതികളെല്ലാം സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായി 4-ാം നൂറ്റാണ്ടിൽ ആഗോള സഭ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇന്ന് എല്ലാ സഭകളുടെയും പൗരാണിക സഭകളുടെയും ആരാധനകളിൽ വിശുദ്ധ അപ്രേമിൻ്റെ പാട്ടുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, സുറിയാനി സഭ പിതാക്കന്മാരിൽ ഇന്ന് ലോകത്തിലേറ്റവും അധികം പഠനം നടന്നിട്ടുള്ളതും വിശുദ്ധ അപ്രേമിൻ്റെ കൃതികളെക്കുറിച്ചാണ്. അത്രമാത്രം ഉത്കൃഷ്ടനായ പിതാവിനെ എന്നും നാം സ്മരിക്കുകയും അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന ആ വലിയ സമർപ്പണ ജീവിതം സഭയ്ക്ക് പ്രയോജനകരമായി തീരുവാൻ നാമും വർദ്ധിക്കേണ്ടത് ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തെവോദോറോസ് പിതാവും സഹദാ ജീവിതം നയിച്ച ആളാണ്, സഹജാ ജീവിതമേറ്റതാണ്. രക്തസാക്ഷിയായി സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും സമർപ്പിച്ച ആളാണ്. കർത്താവിന് വേണ്ടി സൗരഭ്യവാസനായി തീരുവാനിടയാകുന്നത് ഭാഗ്യമാണ്. ഇന്ന് നാം പരിശുദ്ധ ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലീത്തായുടെ 12ാം ഓർമ്മ പെരുന്നാൾ ആചരിക്കുക. ഇവിടെയുള്ള ഞാനുൾപ്പെടെ എല്ലാ പിതാക്കന്മാരുടെയും ശ്രേഷ്ഠ ഗുരുവാണ്. അനേകം വൈദികർക്കും എല്ലാവർക്കും ഗുരുവായിരുന്നു. സഭയുടെ വളരെ വലിയ ഒരു പ്രവാചകനായിട്ട് സഭയിൽ ജീവിച്ചയാളാണ്. വളരെ യുക്തമായിട്ട് എനിക്ക് തോന്നി ഇന്ന് രാവിലെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ തെക്കു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്ന വാചകം അദ്ദേഹം തിരുമേനി എപ്പോഴും പ്രസംഗിക്കാനിടത്തിരുന്ന വാചകമാണ്. എൻ്റെ പരമാനന്ദമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ ബലിപീഠത്തിലേക്ക് ഞാൻ പോകും എന്നുള്ളതായ ആ വാക്യം രാവിലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകമായി തോന്നി. അദ്ദേഹത്തിൻ്റെ പരമാനന്ദം ദൈവമാണ്. എന്നാൽ ആ ദൈവത്തെങ്കിലേക്കുള്ള പരമാനന്ദം അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നത് സഭയോടുള്ളതായ വിശ്വസ്തതയിലും വിശ്വാസത്തിലും ജീവിക്കുന്നത് ആണ് അദ്ദേഹം പരമാനന്ദമായി കണക്കാക്കിയ ഒരു കാര്യം. മറ്റെല്ലാ സഭകളുമായിട്ടുള്ള എക്യൂമെനിക്കൽ ഡയലോഗുകളിൽ അദ്ദേഹം സംബന്ധിച്ചിട്ടുണ്ട്. കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലുള്ള KCCയിലും NCCയിലും WCCയിലും മാത്രമല്ല, ഗ്രീക്കുകാരുമായിട്ടുള്ളതായ സഭയുടെ സംവാദത്തിലും റോമൻ കത്തോലിക്ക സഭയുമായുള്ള സംവാദത്തിൽ, അതായത് ബോസ്റ്റണിലും അതുപോലെ വിയന്നയിലും വെച്ച് നടന്ന സമ്മേളനങ്ങളും WCCയുടെ എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം സംബന്ധിച്ചു. മിഷൻ ആൻഡ് ഇവാഞ്ചലിസം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേക താല്പര്യത്തിൽ പ്രവർത്തിച്ചു. ഇതെല്ലാം ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെയൊന്നും സഭയുടെ വിശ്വാസത്തിൽ അണുവിട പോലും വ്യതിചലിക്കാതെ സഭാവിശ്വാസം തൻ്റെ പരമാനന്ദമായി അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ വൈദിക സെമിനാരിയിൽ പഠിച്ചിട്ടുള്ള ഏവർക്കും മനസ്സിലാവും. ഏതെല്ലാം തരത്തിലുള്ളതായ സംവാദങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള സംരംഭങ്ങളിലോ ഏറ്റു നിന്നാലും, അത് മതസംവാദങ്ങളായിരുന്നാലും എങ്കിലും സഭയോടുള്ളതായ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും സഭയുടെ ആരാധനയിലും മറ്റും കൊടുക്കുന്നതായ താല്പര്യവും ഒരിക്കലും കുറഞ്ഞു പോകാതെ
അത് തൻ്റെ പരമാനന്ദമായി കണ്ട മനുഷ്യനാണ്. അതാണ് നമുക്ക് അദ്ദേഹം നൽകുന്ന സന്ദേശം. ആരായിരുന്നാലും എവിടെയായിരുന്നാലും ഏത് സ്ഥാനിയായിരുന്നാലും സഭ നമ്മുടെ പരമാനന്ദമാകണം. എങ്കിലേ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിന് ന്യായീകരണമുള്ളൂ. രണ്ടാമത് സുവിശേഷമാണ് അദ്ദേഹത്തിൻ്റെ പരമാനന്ദം. ആരെ കണ്ടാലും ദൈവവചനം പറയുക എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു ആപ്തവാക്യമായിട്ടെടുത്തു. ജീവിതം അതാണ്. വൈദിക സെമിനാരി പഠിപ്പിക്കുമ്പോഴും അദ്ദേഹം എത്രമാത്രം ആ കാര്യത്തിൽ താല്പര്യപ്പെട്ടിരുന്നു. എൻ്റെ കൊച്ചുനാളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ, ഞാൻ ബാലനായി ഒരു കാച്ചിട്ടയിട്ടൊക്കെ ഇട്ട് നടക്കുന്ന കാലത്ത് അമ്മ എന്നെയും കൂട്ടിക്കൊണ്ട് പല പള്ളികൾ, അടുത്തടുത്തുള്ള പള്ളികൾ, ഞങ്ങളുടെ പള്ളികൾ മാത്രമല്ല അടുത്തടുത്തുള്ള പള്ളികളെല്ലാം MBORHൻ്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൊണ്ടുപോയിരുന്നു. കാരണം ആ വചനം എത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അനേകായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ പിറകുണ്ട്. വൈദിക സെമിനാരിയിൽ വന്നാലും മറ്റേത് സ്ഥലത്തുണ്ടായിരുന്നാലും അദ്ദേഹം ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും അടുത്ത് വിളിച്ച് അവരെ കൊണ്ടൊരു വേദവാക്യം വായിപ്പിക്കും, അല്ലെങ്കിൽ അവർ പറയിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ദൈവവചന അത് പരമാനന്ദമായി കണ്ടു. ആ ദൈവവചന പഠനം, ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളത് പരമാനന്ദമായി കണ്ടു എന്നുള്ളതാണ്. വൈദിക സെമിനാരി പഠിപ്പിക്കുന്നതായ സമയത്ത് ഏത് ദിവസമാണെങ്കിലും തിരുമേനി അവിടെ ഉള്ളപ്പോൾ സന്ധ്യാ നമസ്കാരത്തിന് ശേഷം 5 മിനിറ്റെങ്കിലും ഒരു ദൈവവചന പ്രഘോഷണം ഉണ്ടാവും. ദൈവവചനം തൻ്റെ വലിയ ഒരു സന്ദേശമാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുത്തുക, അവരെ വളർത്തുക, ദൈവവചനത്തിൽ കൂടെ വളർത്തുക. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് സെമിനാരി ചേരാനായിട്ട് ഞാൻ MBORHൻ്റെ അടുത്ത് ചെന്നതായ സമയത്ത് അച്ഛൻ പറഞ്ഞു, 10ാം ക്ലാസ് പാസ്സായ പോരാ, അന്ന് 12ാം ക്ലാസ് പാസ്സാകണം, അതുകൊണ്ട് പ്രീ ഡിഗ്രി പഠിച്ചു വരണം. പക്ഷേ ഈ 2 വർഷം കൊണ്ട് നീ ഇതുവരെ വേദപുസ്തകം വായിച്ചു. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ 2 വർഷം കൊണ്ട് ഇംഗ്ലീഷിൽ വേദപുസ്തകം വായിക്കണമെന്ന് പറഞ്ഞ് അന്ന് എനിക്ക് വേറൊരു ഗിഫ്റ്റുമല്ല തന്ന ഒരു വേദപുസ്തകം, ഇംഗ്ലീഷ് വേദപുസ്തകം ഇന്നും എൻ്റെ മേശപ്പുറത്ത് തിരിപ്പുണ്ട്. ദൈവവചനം പഠിപ്പിക്കുക, അതിൽ കൂടി വളരുക, അത് പരമാനന്ദമായി കാണുകയും അത് നമ്മുടെ പരമാനന്ദമായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഏറ്റവും വലിയ കാര്യം കാരുണ്യമാണ്. അദ്ദേഹത്തിൻ്റെ പരമാനന്ദം ആരെ കണ്ടാലും എന്തായിരുന്നാലും തനിക്കുള്ളത് എന്താണോ അത് അവർക്ക് കൊടുക്കുക. സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായി സഹായിക്കുക. ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ തിരുമേനി അവരോടൊക്കെ കരുണയുള്ളവരാണ്. ഇന്ന് മലങ്കര സഭയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിന് അനേകർക്കും മാതൃകദർശിയായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യ പ്രവർത്തികളാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുഷ്ഠരോഗികൾക്കെന്നല്ല, അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികൾക്കെന്നല്ല, ഏത് തരത്തിലുള്ള രോഗികൾക്കും ആശ്വാസം നൽകുവാൻ കരുണയുടെ ഒരു വലിയ ആൾരൂപമായിട്ട് തന്നെ ജീവിച്ചതാണ് അദ്ദേഹം. കാരണം കരുണ അദ്ദേഹത്തിൻ്റെ പരമാനന്ദമായിരുന്നു. അതിൽ നിന്നാണ് ബലഹീനായ ഞാനും അനേകം പേരും ആ കാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനം ഉൾക്കൊണ്ടത് എന്നുള്ളത് സത്യം നമുക്ക് മറക്കുവാൻ സാധ്യമല്ല. ദൈവത്തിലുള്ളതായ ദൈവത്തെ പരമാനന്ദമായി അദ്ദേഹം കണ്ടത് സഭ അദ്ദേഹത്തിൻ്റെ പരമാനന്ദമായിരുന്നു, സുവിശേഷം അദ്ദേഹത്തിൻ്റെ പരമാനന്ദമായിരുന്നു, കാരുണ്യം അദ്ദേഹത്തിൻ്റെ പരമാനന്ദമായിരുന്നു. ആ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കും.